യേശു 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അനുവദിച്ചു. നിങ്ങൾ ലോകമെന്ന് പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അത് അവർക്ക് ഹാനി വരുത്തുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവ് യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെട്ടു. അവർ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടരായി. അവർ എല്ലായിടത്തും പോയി പ്രഘോഷിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും തുടർന്ന് നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിന്റെ സുവിശേഷം. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, വയസ്സ് എനിക്ക് 57 ആണ്. വെറും 46 വയസ്സ് വരെ ജീവിച്ച ഒരാളെയാണ് നമ്മൾ ഇതുപോലെ കൊണ്ടാടുന്നത്. ലേശം നാണം ഇല്ലാതില്ല. നമുക്കൊക്കെ ലേശം നാണം തിരഞ്ഞെടുക്കുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. 1506 ജനിച്ച് 1552 മരിച്ച വിശുദ്ധ. ചെയ്ത യാത്രകൾ 70,000 മൈൽ ദൂരം സഞ്ചരിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. 70,000 മൈൽ. ഞാൻ ഒരിടത്ത് വായിച്ചു, അദ്ദേഹം നടത്തിയ യാത്രകൾ ഒന്ന് ഭൂമിക്ക് ചുറ്റും ആയി 3 വട്ടം അദ്ദേഹം ഭൂമിയെ കവർ ചെയ്ത് കഴിയുമായിരുന്നു. കണക്കൂട്ടി നോക്കിയിട്ടില്ല, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വായിച്ചത് പറഞ്ഞു തന്നെ. അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്തത് മൊത്തം കൂട്ടിയെടുത്താൽ 46 വർഷത്തിൽ 2 മുഴുവൻ വർഷവും അദ്ദേഹം കപ്പലിൽ കഴിഞ്ഞു, കപ്പലിൽ ജീവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 50ഓളം രാജ്യങ്ങൾ കവർ ചെയ്തു. 50ഓളം രാജ്യങ്ങൾ.
127 കത്തുകൾ എഴുതി. 127 കത്തുകൾ. യാത്രാവിവരണം അല്ല, അത് കൂട്ടി വെച്ചത് നല്ലൊരു പുസ്തകമായി. പക്ഷെ യാത്രാവിവരണം അല്ല. 40ഓളം പള്ളികൾ നമ്മുടെ ഈ പരിസരത്ത് അന്നത്തെ കാലത്ത് ചെറിയ രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കണം അദ്ദേഹം ഇവിടെ പറഞ്ഞത്. മതബോധനം ആദ്യമായി പ്രിന്റ് ചെയ്ത ഗ്രന്ഥം അത് ഇവിടെ നമ്മുടെ നാട്ടിൽ അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഡോക്ട്രീന ക്രിസ്ത്യാന ഫ്രാൻസിസ്. ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് ഈ 46 വയസ്സുകാരനെ 46 വയസ്സ് വരെ ജീവിച്ച ഈ വിശുദ്ധനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ചോദ്യം ഉയരും, ഇതെല്ലാം എന്തിനു വേണ്ടി? ഇതെല്ലാം എന്തിനു വേണ്ടി? ഓരോരൊറ്റ കാര്യത്തിൽ ഒരേ ഒരു കാര്യം, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. എന്താണാവോ ഈശോയോട് ഇത്ര സ്നേഹമുണ്ടാകാൻ കാരണം? മത്തായി 16:26 ഫ്രാൻസിസ് കേൾക്കുന്നത് ഇഗ്നേഷ്യസിൽ നിന്നാണ്, ഇഗ്നേഷ്യസ് ലയോളയിൽ നിന്നാണ്. നീ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന ചോദ്യം ഫ്രാൻസിസിനെ എത്തിച്ചത് ആത്മാവിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ അവബോധത്തിലേക്കാണ്. യേശു തനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന വലിയ അവബോധത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ആത്മാക്കൾക്ക് വേണ്ടി യേശു എന്തു ചെയ്തു? തന്റെ ആത്മാവിന് വേണ്ടിയും ഈ ലോകത്തിലെ സകല മനുഷ്യരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും യേശു ക്രിസ്തു എന്തു ചെയ്തു? ആ തിരിച്ചറിവ് അദ്ദേഹത്തെ ഈശോയോടുള്ള സ്നേഹം അതിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ ഇടയാക്കി എന്നതാണ് വസ്തുത. യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്തു? നമ്മെ സ്നേഹിച്ചു. ദിലക്സിത്തെ എന്നും ദിലക്സിത് നോസ് എന്ന് നമ്മൾ കേൾക്കുന്ന കാലഘട്ടമാണ്. നിന്നെ അവിടുന്ന് സ്നേഹിച്ചു, നമ്മെ അവിടുന്ന് സ്നേഹിച്ചു. സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് ഈശോ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അതുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്തിൽ ഒരുവൻ എത്രമാത്രം ആഴപ്പെടുമോ അത്രമാത്രം വിജയിക്കും ആ ജീവിതം, അത്രമാത്രം സുന്ദരമാകും ആ ജീവിതം, അത്രമാത്രം സ്വതന്ത്രമാകും ആ ജീവിതം, അത്രമാത്രം ധീരമാകും ആ ജീവിതം, അത്രമാത്രം ഗുണകരമാകും ആ ജീവിതം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഏതാണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഏതാണ്ട് 475 വർഷം കഴിഞ്ഞു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആലോചിച്ച് നോക്കുക അതിന്റെ പ്രസക്തി, ആ ജീവിതത്തിന്റെ പ്രസക്തി. യേശു സ്നേഹത്തിൽ ആഴപ്പെട്ട ജീവിതങ്ങൾ വിജയകരമായ ജീവിതങ്ങളാണ്. യേശു സ്നേഹത്തിൽ ആഴപ്പെടുക എന്നാൽ എന്താണ് അർത്ഥം? യേശു സ്നേഹത്തിൽ ആഴപ്പെടുക എന്നാൽ അർത്ഥം, ഒന്ന്, യേശു എനിക്ക് വേണ്ടി മരിച്ചു
മരിച്ച് പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അവിടുന്ന് വീണ്ടും വരും വിധിയാവാനായി. പ്രത്യേകിച്ച് യേശുവിന്റെ ദൈവത്വത്തെ നമുക്ക് ബോധിപ്പിക്കാം. യേശു മനുഷ്യനായി ജനിച്ചു എന്ന് നമുക്കറിയാം. ഇന്ന് ഈ ഇടക്കാലങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ പാപ്പ ദേവപാപ്പ തുർക്കിയിലും ലെബനനിലുമൊക്കെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുക. തുർക്കിയിലേക്ക് പാപ്പ പോയത് തുർക്കിയിലേക്ക് ഇപ്പോൾ പാപ്പ പോയത് വ്യക്തമായും ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നിഖ്യാ സൂനഹദോസിന്റെ 1700-ാം വർഷമാണിത്. 325 നിഖ്യാ സൂനഹദോസ് നടന്നു. എവിടെ വെച്ചാണ് നടന്നത്? അത് തുർക്കിയിൽ വെച്ചാണ്. നിഖ്യാ തുർക്കിയിലാണ്. അതുകൊണ്ടാണ് തുർക്കിയിലേക്ക് പാപ്പ ഇപ്രാവശ്യം യാത്ര പോകുന്നത്. എന്താണ് നിഖ്യാ സൂനഹദോസിന്റെ സംശയത? പ്രിയപ്പെട്ടവരെ, ഏകദൈവ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ചിരുന്ന യഹൂദരുടെയും കർത്താവായ യേശുക്രിസ്തു നൽകിയ ദൈവ അവബോധം, ദൈവ സങ്കല്പം, ദൈവം ഒരുവൻ മാത്രം, ഒരു ദൈവമേയുള്ളൂ, ഒരു ദൈവമേയുള്ളൂ എന്നാൽ ഈ ഏക ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. ഒരു ദൈവമേയുള്ളൂ എന്നാൽ ദൈവത്തിൽ 3 ആളുകളുണ്ട്. ഈ ത്രിയേക ദൈവത്തിലെ 2ാം ആളായ പുത്രൻ തമ്പുരാൻ അവിടുന്നാണ് മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചുത്ഥാനം ചെയ്ത് നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്തിൽ നിന്ന് മാധ്യസ്ഥ്യം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദൈവമാണ്. പാപ്പ ഈ ദിവസങ്ങളിൽ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. നിയോ ആര്യനിസത്തെ കുറിച്ച് ജാഗ്രത വേണം. നിയോ ആര്യനിസത്തെ കുറിച്ച് ജാഗ്രത വേണം. എന്താണോ ഈ നിയോ ആര്യനിസം? ആര്യനിസം എന്താണെന്ന് കേട്ടാൽ മതി. എന്തായിരുന്നു സംഭവം? യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാതെ യേശുവിനെ ഒരു മനുഷ്യനായി കാണാൻ, നല്ല മനുഷ്യനായി കാണാൻ, ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യനായി കാണാൻ ഒക്കെ കഴിയുന്ന ഒരു പരിപാടിയാണ് ആര്യനിസം. പക്ഷേ യേശുക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കാൻ ആര്യൂസിന് കഴിയുന്നില്ല, അദ്ദേഹത്തിന്റെ പിതാവികൾക്കും കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യനായി, സൂപ്പർ മനുഷ്യനായി അല്ല, യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായി അംഗീകരിക്കാൻ വഴിയൊക്കെ ഇന്ന് പലരും തയ്യാറുണ്ട്. ഓർക്കൂ, ഇതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് നിയോ ആര്യനിസം. യേശുക്രിസ്തു ദൈവമാണെന്ന്, ഹോമോഊസിയോസ് ആണെന്ന്, സത്തയിൽ ഏകൻ, പിതാവിനോട് സത്തയിൽ ഏകൻ, അതാണ് നിഖ്യാ സൂനഹദോസ് പ്രഖ്യാപിച്ചത്. ആദ്യ നൂറ്റാണ്ടുകളിൽ ഇത് വലിയ വിഷയമായിരുന്നു. ഒടുവിൽ 325 നിഖ്യാ സൂനഹദോസ് അവിടെ സമ്മേളിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ആധികാരികമായി പ്രഖ്യാപിച്ചു. ഈശോ ദൈവം ആണ്. അതിൽ കുറഞ്ഞ രീതിയിൽ ഈശോയെ കാണുന്നത് ശരിയല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യഹൂദരുമായുള്ള ചർച്ചയിൽ ഫരിസേയര് കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു, നിയമച്ചരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈശോ ഒരു സംസാരത്തിൽ പ്രവേശിക്കുന്നത്. ദാവീദിന്റെ പുത്രനാണ് മിശിഹ എന്ന് നിങ്ങൾ പറയുന്നു. ദാവീദിന്റെ പുത്രനാണ് മിശിഹ എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ സങ്കീർത്തനം 110 കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. എന്റെ കർത്താവ് എന്ന്
വളരെ വ്യക്തമായി തന്നെ വെറും മാനുഷിക തലങ്ങളിൽ ദാവീദിന്റെ പുത്രന്റെ കയ്യിൽ വരെ കൊടുത്തിട്ട് അവിടെ ഒതുക്കാം എന്നാഗ്രഹിക്കുന്നവരെ ഈശോ തിരുത്തുകയായിരുന്നു. നമ്മുടെ ആദ്യത്തെ അപ്പോസ്തലൻ തോമസ് ലീഹ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഈശോ വിളിച്ചു. രണ്ടാമത്തെ അപ്പോസ്തലൻ വിശുദ്ധ ബർത്തലോമിയോ നമ്മുടെ ബോംബെയില് അവിടെ വന്ന് മിഷൻ നടത്തിയത് നമുക്കറിയാം. അതുകൊണ്ടാണ് ബോംബെ ഇപ്പോൾ കല്യാൺ രൂപത എന്ന് പറഞ്ഞ രൂപതയുള്ളത്. ആ പേര് പോലും ആ അപ്പോസ്തലൻ വന്നിറങ്ങിയ സ്ഥലമാണ്. കുറെ നാളുകൾക്ക് മുൻപ് ബെനഡിക്ട് പാപ്പ വളരെ ഭംഗിയായി ഈ കാര്യം പറഞ്ഞു വെച്ചു. സെയിന്റ് തോമസിന്റെ ഇവിടെ വന്നതിനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് എന്നതിനേക്കാൾ കൂടുതൽ ചരിത്രപരമായ രേഖകൾ വിശുദ്ധ ബർത്തലോമിയോയുടെ വടക്കേ ഇന്ത്യയിലെ മിഷനെ കുറിച്ചുണ്ട്. രണ്ടാമത്തെ അപ്പോസ്തലൻ. മൂന്നാമത്തെ അപ്പോസ്തലൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവം, സമ്പൂർണ്ണ മനുഷ്യൻ. ആ ഈശോയെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പ്രഘോഷിച്ചത്. അപ്പോൾ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഈശോയോടുള്ള സ്നേഹത്തിൽ ഒന്നാമത്തെ കാര്യം ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈശോയെ സ്നേഹിക്കുന്നവൻ മനുഷ്യരെ സ്നേഹിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. ഈശോയെ സ്നേഹിക്കുന്നവർ മനുഷ്യരെ സ്നേഹിക്കും. ഈശോ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, എന്നെ ഉടുപ്പിച്ചു, ഭവനത്തിൽ സ്വീകരിച്ചു. ചോദിച്ചു, ഞങ്ങൾ എപ്പോഴാണ് സ്വീകരിച്ചത്? ഈ ചെറിയ വഴിയിൽ ഒരു വഴി നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് സ്വാഭാവികമായും സകല മനുഷ്യരെയും സ്നേഹിക്കാനാവും. രണ്ടാമത്തെ കാര്യം അത് തന്നെയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ വിഷ്ണു വിളിച്ചു. വിഷ്ണു നടുക്കുന്നതിൽ നിന്നാണ് വിളിച്ചത്. നാടുകൾ കോട്ടയം പാലാ പരിസരത്ത് അവിടെ വരികയാണ്. അച്ഛാ, വീടിൻ്റെ തറക്കല്ലിരിക്കാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. നല്ല കാര്യം. എനിക്ക് കാര്യം അറിയാൻ പറ്റും. എന്താ സംഭവം? നമ്മുടെ രൂപതയിലെ ഒരു ചേച്ചി, ഒരു വീട്ടം, വയസ്സ് 60, വളരെ ഇടത്തരം കുടുംബത്തില് വരാം. ഇഷ്ടംപോലെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ 1-2 വർഷം മുമ്പ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ആള് അഡ്മിറ്റഡായി. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. കട്ടിലേറി ഇങ്ങനെ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു സ്ത്രീ കിടക്കുന്നത്. അതേ കട്ടിൽ അവളുടെ മകൾ കിടക്കുന്നത്. ഈ സ്ത്രീക്ക് എഴുന്നേക്കാനോ അനങ്ങാനോ ബാത്റൂമിൽ വരെ പോകാനോ പറ്റില്ല. അവിടെ ഒരു കൊക്കൊക്കെ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ ഉണ്ട്. അവിടെ ഈ ലാറ്റിൻ പരിസരത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമേ വിളിച്ചുള്ളൂ, സ്ത്രീകളുടെ മോഡ. പക്ഷെ വേറൊരു മാത്രം ഇവനാണ് ഈ ചേച്ചിയുമുണ്ട് പോകുന്നത്. അപ്പോൾ ഈ കട്ടിൽ കിടന്ന നമ്മുടെ ചേച്ചി ഇവരോട് ചോദിച്ചു, നിങ്ങളെന്താ ആരാ, എന്തുകൊണ്ടാണ് ഈ കുട്ടി മാത്രമേ ഉയർന്നുകൊണ്ടാണ് പോകുന്നത്? അപ്പോഴാണ് ഓർഫൻസാണ്, അനാഥരാണ്. 3 മക്കൾ അനാഥരായി അനാഥാലയത്തിൽ വളർന്നു.
ഒരു പ്രായം എത്തിയപ്പോൾ അനാഥാലയത്തിൽ നിന്ന് അവരെ പിന്നെ പുറത്തേക്ക് വിട്ടു. ചെറിയ തൊഴിലൊക്കെ കൊടുത്ത് പുറത്തേക്ക് വിട്ടു. ഇതിനിടയിൽ അവൾ ഗൾഫിൽ പോയി അത്യാവശ്യം കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് തിരികെ വന്നു. ഒരു വിവാഹം കഴിച്ചു. വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല കേട്ടോ, വാടക വീട്ടിൽ വിവാഹം കഴിച്ചു. പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി. ഇവർ വീണ്ടും പോയി